ഹായ്, ഇന്നാണെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നില്ല കേട്ടോ. വേറൊരു സ്ഥലത്തേക്ക് പോവാണേ. വേറെ എങ്ങോട്ടും അല്ല, ലുലുമാൾ വരെ ഒന്ന് പോവാണേ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നാളെ നമ്മൾ വീട്ടിൽ പോവാ. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് അനിയത്തിക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അവൾക്കാണെങ്കിൽ നെക്ലസ് പോലത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ നേരെ കുശാൽസിലേക്ക് കയറി. എനിക്കാണെങ്കിൽ ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാണ് ഇഷ്ടം പോലെ കളക്ഷൻസ്. എന്താണെങ്കിലും കുശാൽസ് നിന്ന് കിട്ടുള്ള നെക്ലസ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ ലുലുമാളിലാണെങ്കിൽ ഈ ഇടയ്ക്ക് 2-3 പുതിയ ഷോറൂംസും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഫാമിഡിക്കോ എന്ന് പറഞ്ഞ മെഡിക്കൽ ഷോപ്പ്. ഇവിടെ അത്യാവശ്യം വരുന്ന എല്ലാ മെഡിസിൻസും കിട്ടും. ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഉപകാരമായി. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് സ്റ്റേഷനറീസ് കിട്ടുന്ന ഫാക്ടറി നോട്ട്സ്. ഈ ക്യൂട്ട് സ്റ്റേഷനറീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ബാഗിന്റെ ഒക്കെ ഒരു ലോഡ് കളക്ഷൻസുമായിട്ട് വൈൽഡ് ക്രാഫ്റ്റും ഉണ്ട്. ഇത് മാത്രമല്ല സാംസങ് കഫേയും ഫ്ലെയിംസ് ആൻഡ് ഗോയും ബ്യൂട്ടി ആൻഡ് ന്യൂട്രി ഒക്കെ വരുന്നുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കേട്ടോ. കോഴിക്കോടിന്റെ സ്വന്തം പാരകൻ നമ്മുടെ തിരുവനന്തപുരത്ത് ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു കോഴിക്കോടുകാരൻ എന്ന നിലയിൽ ആദ്യ ദിവസം തന്നെ പോകണ്ടേ? യെസ്, പോയി. അവിടെ ചെന്നിട്ട് നല്ല അസൽ കോഴിക്കോടൻ ബിരിയാണിയും നല്ല പൂ പോലത്തെ അപ്പവും ഒക്കെ ഓർഡർ ചെയ്തേ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിലല്ല വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് വരിക. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ അവരെ കൂട്ടിക്കൊണ്ട് പോയി അതേ ഫീൽ കിട്ടുമോ? എനിക്ക് അങ്ങനെ കിട്ടിട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടേസ്റ്റിൻ്റെ ഒന്നും കാര്യം ഞാൻ പറയണ്ടല്ലോ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ലെജൻഡറി റെസ്റ്റോറൻറ്റ്സിൽ 11ാം റാങ്ക് വേൾഡ് വൈഡ് ഉള്ളതാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻ ഗ്രൂപ്പിന്റെ ഓണർ സുമേഷ് ഏട്ടനെ കാണാൻ പറ്റിയ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.